സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ചത്തപ്പച്ച എന്ന് പറഞ്ഞ ചത്തപ്പച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി വരുന്നുണ്ട്. അതിൻ്റെ ദ റിംഗ് ഓഫ് റൗഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി ഫിലിം ആണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഐ ക്യാച്ചിങ് ആണ് ഭയങ്കര. പോസ്റ്റേഴ്സൊക്കെ നമ്മൾ വഴിയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മൂവി റിലീസ് ചെയ്യുന്നത് 22 ജാൻ 9 ഇപ്പോൾ ഈ വരുന്ന 22 റിലീസാണ്. സോ ഇറ്റ്സ് ഡയറക്ടർ ഈസ് അദ്വൈത് നായർ, പ്രൊഡ്യൂസ്ഡ് ബൈ ഷിലാൻ ഷൗക്കത്ത്, റിതേഷ് എസ് രാമകൃഷ്ണൻ, സ്റ്റാറിങ് അർജുൻ അശോകൻ, റോഷൻ മാത്യു, പിന്നെ വൈശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത്. അപ്പോൾ അതിൽ അർജുൻ അശോകനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് ആക്ച്വലി നല്ല നല്ല കാലിബറുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി നല്ല മൂവീസ് എന്താണ് നമ്മുടെ ബ്രഹ്മയുഗത്തിൽ കണ്ടല്ലോ. പിന്നെ പുള്ളീൻ്റെ ഫിലിം ഞാൻ റീസെൻ്റ്ലി കണ്ടത് മറ്റേ സുമതി വളവായിരുന്നു. അപ്പോൾ എനിക്ക് രോമാഞ്ചത്തിന് പോയിട്ടേ ഇല്ല. അങ്ങനെ കാണിക്കുന്നത് രോമാഞ്ചം. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പോൾ പുള്ളി നല്ല കാലിബറുള്ള ഒരു നടനാണ് കേട്ടോ. അപ്പോൾ നോക്കിയും കണ്ട് നല്ല പടങ്ങൾ എടുക്കണം. എനിക്ക് സുമതി വളവ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടോ? നീ OTT ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. അതായത് ചില രംഗങ്ങൾ മാത്രം കൊള്ളാം, ബാക്കിയെല്ലാം ഇതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സുമതി വളവിനെ കുറ്റം പറയാൻ വേണ്ടി ഇരിക്കുമല്ലോ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സുമതി വളവ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞാലും ട്രെയിലറിൻ്റെ പോലെ അല്ല എനിക്ക് ആ ഫിലിം തോന്നിയത്. ട്രെയിലർ നല്ലതായിരുന്നു, ഫിലിം അത്ര പോരാ. അങ്ങനെ തന്നെ പറയില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒപ്പീനിയനാണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. അർജുൻ അശോകന്റെ ശരിക്കും ചെയ്തു വെച്ചതിൽ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ കൂടെയുള്ള മമ്മൂക്കയുടെ കൂടെ എടുത്ത ബ്രഹ്മയുഗം അടിപൊളിയാണ്. പുള്ളിയുടെ ബെസ്റ്റാണ്, ദി ബെസ്റ്റ്. അല്ല, വേറൊരു പടം കൂടെ ഇറക്കിയിരുന്നതാ, അതും അവൻ്റെ നല്ല പടമാണ്. ഒരു മുഖത്ത് മറ്റേ ഇതുള്ള ഒരു സിനിമയുടെ അതും നല്ല പടമാണ്. അവൻ്റെ കരിയർ ബെസ്റ്റാണ് അത്. ഓക്കെ, ഹി ഡിഡ് ഇറ്റ്സ് ബെസ്റ്റ്. അതേപോലെ പറയാനുള്ളതാണ് നമ്മുടെ റോഹൻ താടി, മറ്റേ അവനും നല്ലതാണ്. റോന്തിലൊക്കെ കണ്ടില്ലേ? അവൻ്റെ കുറേ ഒട്ടനവധി നല്ല പടമുണ്ട്. അവന് നല്ല കാലിബറുള്ള ആളാണ്. ബോളിവുഡ് ലെവലിലും ഫ്ലറിഷ് ആയിരിക്കുന്ന ഒരാളാണ്. അപ്പം അടിപൊളിയാണ് ചെറുക്കൻ. അപ്പോൾ ഈ ഒരു മൂവി നമ്മൾ നോക്കാം, ട്രെയിലർ എങ്ങനെയുണ്ട് നോക്കാം. നല്ലതാണെങ്കിൽ, എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ പോയി കാണുന്നതായിരിക്കും. ഇവരാരെയും കൂട്ടത്തില്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കും. കാരണം ഇവർക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് മൂവി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കോമഡി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. വയലൻസ് ആണ് ഇച്ചിരി ബാക്കോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത്. അതർവൈസ് ഇറ്റ്സ് ഫൈൻ. ഇതൊരു ആക്ഷൻ കോമഡി ഫിലിം എന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഓണാക്കണം പറഞ്ഞൊരു പരിപാടിയുണ്ട്. കോസ്റ്റ്യൂമിസ്റ്റിക് നാടകങ്ങളുണ്ട്, കലക്കൻ മ്യൂസിക്കും ഉണ്ട്. ഇതാണ് നീയൊക്കെ പറഞ്ഞ പരിപാടി. അല്ലെങ്കിൽ ഇത് ജീവിക്കാൻ പറ്റില്ല. ഇടക്കാരും നിങ്ങൾ പറഞ്ഞ ഈ പരിപാടി എനിക്ക് മനസ്സിലാവില്ല. ഇവിടെ ഇരിക്കും നമ്മുടെ റെസ്ലിംഗ് വേഗക്കാരല്ലേ, ഒന്ന് പിടിച്ചാലോ. നമ്മ വിചാരിച്ച പോലെ ഇന്നലെ കയ്യിൽ പോയില്ല. എന്താ പറ്റിയേ? ഞാൻ എന്റെ കൊച്ചിന്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റേ. അതിനോട് മാർഗങ്ങളിൽ കൂടെ ഉണ്ടല്ലോ.
അനൂപ് തൈക്കുടം. ധർമ്മ എടാ ടിപ്പ് സീരീസും ഒക്കെ ധർമ്മ പ്രൊഡക്ഷൻസ്. എന്റെ പൊന്നെ എടാ രോമാഞ്ചം വന്ന് ട്രെയിലർ കണ്ടിട്ട്. രോമാഞ്ചമൊന്നുമില്ല, പക്ഷെ ഒരു എക്സ്പെക്ടേഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് എനിക്ക്. സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ് ബൈ സനൂപ് തൈക്കുടം. ഞങ്ങൾ തൈക്കുടംകാരാണ് കേട്ടോ. സോ ഹേ സനൂപേട്ടാ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ട്രെയിലർ. അത്യാവശ്യം പ്രോമിസിങ് ആണ്. ഫസ്റ്റ് ഡേ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഫസ്റ്റ് ഡേ 22 21 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 22 നോക്കട്ടെ. ലെറ്റ് സി. ഇത് പിള്ളേരെ വിളിച്ച് പോയി കാണേണ്ട ടൈപ്പ് ഓഫ് മൂവിയാണ്. നല്ല ജിംഖാന മാത്രമല്ല, നമ്മുടെ ടോവിനോടെ പടം ഉണ്ടല്ലേ, ടോവിനോടെ തല്ലുമാല. അതെ മുജീബ് ഉണ്ട്. അറിയില്ല കേട്ടോ. ഓക്കെ, അദ്വൈത് നായ. എന്തായാലും എഡിറ്റിങ്ങും എല്ലാം നല്ല അടിപൊളിയുണ്ട്. കളർ ഗ്രേഡിങ്ങും എഫക്ട്സും ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര എനർജി. അപ്പോൾ ഇങ്ങനത്തെ പടമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഹിറ്റാകും മിക്കവാറും. നമ്മുടെ വൈബ്. ഞാൻ മറന്നുപോയി ആ പടം, ഫഹദിന്റെ പടമില്ലേ ആവേശം. ആ മൂവി പോലെ നമുക്കിങ്ങനെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി കണ്ടപ്പോൾ. ആവേശം അത് കൊള്ളാം. ആവേശം വേറൊരു ഒരു മൂഡാണ്. ഈ ഒരു ഫൈറ്റ് ക്ലബ് ഫൈറ്റ് എന്തായാലും കൊള്ളാം. സോ വി ഹാവ് ഗോട്ട് ഹ്യൂജ് എക്സ്പെക്ടേഷൻസ്. അപ്പോൾ ലെറ്റ്സ് സീ ഇഫ് ഐ എം ഗെറ്റിംഗ് ടൈം ടു വാച്ച് ഇറ്റ്. വി ആർ ഗെറ്റിംഗ് ടൈം ടു വാച്ച് ഇറ്റ്. എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ പോയി കാണുന്നതായിരിക്കും. ഓക്കെ, സോ അൺടിൽ ദെൻ നമുക്ക് അടുത്ത വീഡിയോ വരും വരെ കാത്തിരിക്കാം അല്ലേ? അങ്ങനെയാണോ പറയേണ്ടത്? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.